ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ത്രിനിക മറിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു കണവ റോസ്റ്റിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കിയ ആൾ എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയുടെ ഓൺ റെസിപ്പിയിൽ അമ്മ ഉണ്ടാക്കിയതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് അമ്മ വീട്ടിൽ ചെയ്യാറുള്ളത് തന്നെയാ. അപ്പൊ ഇത് ഉണ്ടാക്കിയ ആൾ അമ്മ എന്ന നിലയിൽ അമ്മ തന്നെ ഇതിന് വോയിസ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പൊ പിന്നെ അമ്മ തന്നെയാണ് കേട്ടോ ഈ വീഡിയോക്ക് വോയിസും കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വയ്ക്കാം. അതിന് ആവശ്യമുള്ള കണവ എടുത്ത് വയ്ക്കാം. കണവ ഒരു 1/2 കിലോയിൽ കൂടുതൽ കാണും. കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ആവശ്യത്തിന് ചേർക്കാം. ഞാനത് മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുള്ള മസാലകൾ ചേർക്കാം. ആദ്യം തന്നെ ഒരു 1.5 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ചേർത്തത്. പിന്നെ ഒരു 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, പിന്നെ കുറച്ച് ഇറച്ചി മസാല, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ വേണ്ടത് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതും, ജീരകപ്പൊടി 1/2 ടീസ്പൂണും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഞവടി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കും. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ഫ്രഷ് ആയിട്ട് കണവ കിട്ടുമ്പോഴേ ചെയ്യാറുള്ളൂ. പക്ഷെ നല്ലതാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ്. പിള്ളേരൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ലോണം കഴിക്കുകയും ചെയ്യും. നല്ലതാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ വീട്ടിലുള്ളവരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് എരിവുകൾ ചേർക്കാനായിട്ട്. എരിവ് വേണ്ടെങ്കിൽ കാശ്മീരി മാത്രം ചേർത്താൽ മതി. മറ്റേ എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. പക്ഷെ കുരുമുളക് പൊടി എന്തായാലും വേണം, എന്നാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഇത് കറി വെക്കാൻ ആവശ്യമുള്ള ഒരു ചട്ടി എടുക്കുക. അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മസാല കുഴച്ച് വെച്ചപ്പോഴും ഇതിനകത്ത് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്തത്. ഇനി എണ്ണ ചൂടായി വരുമ്പം കടുക് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം.
കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഇടാം, നല്ല ജീരകമാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ചേർക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് മൂക്കുന്നത് വരെ ഇളക്കണം. മൂത്തതെന്ന് മനസ്സിലായതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച കണവായി അതിലെ മസാലകളും നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ. കാര്യം ചൂടെണ്ണയാണ്, കണവയാണ്, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ഇത് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ആ പാത്രത്തിൽ തന്നെ ശകലം വെള്ളം ഒഴിച്ച് അത് കഴുകി ഇതിനകത്ത് ഒഴിക്കണം. കാരണം കണവയാണ്, നല്ലോണം വേവാനുണ്ട്. കണവയിലും വെള്ളമുണ്ട്, എന്നാലും നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. വെള്ളം സെപ്പറേറ്റ് ഒഴിക്കണമെന്നില്ല, ആ പാത്രം കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ചാലും മതി. അത് ചൂടാകുമ്പോൾ തന്നെ കണവയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഈ മസാലകളെല്ലാം എണ്ണയുമായിട്ടൊന്ന് യോജിപ്പിക്കണം. അതിനുശേഷം വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. ഒഴിച്ച് നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് ഇത് തീ വളരെ ലോ ആക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. ഈ 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വയ്ക്കാനായിട്ട്. അതിനുശേഷം കുറച്ച് കൊച്ചുള്ളി എടുത്ത് ചതച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു തക്കാളി, നല്ലോണം പഴുത്ത തക്കാളി വേണം, അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിനകത്ത് ചേർക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് പോരെങ്കിൽ ഇപ്പം നമ്മൾ ഉപ്പ് നോക്കണം. ഇതിനകത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ശകലം കൂടെ ഉപ്പിടണം. ഞാൻ ഈ ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ ഇത് അടച്ചു വെച്ച് വേവിക്കണം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം കുക്കായെന്ന് കാണുമ്പോഴത്തേന് എണ്ണ മുകളിൽ തെളിഞ്ഞു വരും. പിന്നെ നമുക്കൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം.
ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഈ കണവയുടെ വേവൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കണവ റോസ്റ്റ് റെഡിയായെന്ന് മനസ്സിലാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് മാറ്റാം. ഇതാണ് കണവ റോസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഞങ്ങൾ കഴിച്ചത് ചപ്പാത്തിയുടെ ആയിരുന്നു. ഞങ്ങളിത് രാത്രിത്തേന് വേണ്ടിയിട്ടാണ് റെഡിയാക്കിയത്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്.